ഹലോ, ഞങ്ങൾ ഇന്നൊരു എക്സാമിന് പോവാണ്. മേട്ടുപ്പാളയം ഡിഗ്രിയുടെ ഒരു എക്സാമാണ്. അതിന് വേണ്ടിയാണ് ഞങ്ങൾ പൂനെയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കാറിലാണ് പോണത്. ഞങ്ങൾ രാവിലെ ഒരു 2 മണിക്ക് ഇറങ്ങി. ഇപ്പോൾ ഒരു 6:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഊട്ടി എത്തിയിട്ടുണ്ട്. ഊട്ടി ഭയങ്കര നല്ല ക്ലൈമറ്റാണ്. നല്ല കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്. നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഊട്ടി എത്തിയിട്ടുണ്ട്. ഊട്ടിയിൽ നിന്ന് പിന്നെ നേരെ മേട്ടുപ്പാളയത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് നമ്മൾ പോണ വഴിയിലൊക്കെ. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ നിർത്തി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ മേട്ടുപ്പാളയത്തേക്ക് പോയി. അവിടെ നിന്ന് ഊട്ടിയിൽ നിന്ന് ഒരു 1.5 hours ആയിരുന്നു ഉണ്ടായിരുന്നത് മേട്ടുപ്പാളയത്തേക്ക്. പോണ വഴിയിലൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് ജസ്റ്റ് ഒരു സ്പേസ് കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞങ്ങൾ ബ്രെഡും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല രസമായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഔട്ടിങ് പോകുന്ന. എക്സാമിനാണ് പോയെങ്കിലും ഒരു ഔട്ടിങ് പോലെയായി. പിന്നെ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ട്രക്കിങ്ങിന് പോയി. അവിടെ ഒരു ട്രക്കിംഗ് സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടേക്ക് പോണ റോട്ടാണ് ഈ കാണുന്നത്. ഇതിൽ ഫുള്ള് കുറച്ചിങ്ങനെ നടുവിലൂടെ ഇങ്ങനെ ഒരു വെള്ളം പോകുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഫുള്ള് നല്ല നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ട്രക്കിംഗ് സ്പോട്ടിലെത്തി. ഒരു ട്രക്കിംഗ് ഹൈക്കിങ് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. അവിടെ കയറിയിരുന്ന സമയത്ത് ഫുള്ള് കോട ഇങ്ങനെ ഇറങ്ങി വരികയായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മുകളിലെത്തിയപ്പോഴുള്ളൊരു ആ വ്യൂ. ഞങ്ങൾ പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അധികം കോട വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വഴിയൊന്നും മനസ്സിലാവുന്നുള്ളൊരു ടെൻഷൻ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ റിട്ടേൺ വന്നു.